ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് 2025 ഇയർലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവാൻ നിങ്ങൾക്ക്. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. ആൻഡ് അതല്ലാണ്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമാണ് പേഴ്സണൽ റീഡിങ്സിൽ ഉണ്ടാവുക. ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം, ജനറൽ റീഡിംഗ്. ആൻഡ് 2025 മെസ്സേജസ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ പൈസീസ്, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ് 2025 വേണ്ടിയിട്ട്? നിങ്ങൾക്ക് 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഇവിടെ ആദ്യത്തെ കാർഡ്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ആൻഡ് 2 ഓഫ് സോഡ്സ്. നിങ്ങളുടെ ജനറൽ മെസ്സേജസ് എന്താണ്? ജനറൽ മെസ്സേജിൽ 9 ഓഫ് കപ്സ്, 6 ഓഫ് wands, 9 ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ഇവിടെ ഫൂൾ. അപ്പോൾ പൈസീസ്, നിങ്ങളുടെ 2025 ഞാൻ കാണുന്നത് കുറേ സ്ട്രോങ് കരിയർ എനർജിയാണ്, ഫിനാൻഷ്യൽ എനർജിയാണ് ഞാൻ കൂടുതൽ കാണുന്നത്. ലവ് ആൻഡ് റൊമാൻസ് അത്ര പ്രയോറിറ്റി അല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2025. ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ കുറേ വേറെ ആൾക്കാരുടെ കൂടെ കൊലാബറേറ്റ് ചെയ്യണ എനർജിയാണ്. ഇവിടെ കമ്മ്യൂണിറ്റിയുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ എനർജി ഉണ്ട്. വേറെ ആൾക്കാരുടെ കൂടെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണ എനർജി ഞാൻ കാണുന്നുണ്ട്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഇവൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ എനർജി കാണുന്നുണ്ട്. അതുമാത്രമല്ല, ടീം വർക്കാണ് നിങ്ങളുടെ ഏറ്റവും വലിയ എനർജി പറഞ്ഞാൽ അവിടെയാണ് നിങ്ങളുടെ ഫോക്കസ് ഉണ്ടാവുക. ടീമിൻ്റെ കൂടെ ചേർന്ന് ജോലി എടുക്കുക, ടീമിൻ്റെ കൂടെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക, ടീമിൻ്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ വേറെ ആൾക്കാരുടെ കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആൻഡ് ടീം വർക്ക് അതൊക്കെയാണ് ഫോക്കസ് ഉള്ളത് 2025. ഇവിടെ ഒരു കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്, ടോറസ് എനർജി. അപ്പോൾ ടോറസ് എനർജി ഇത് നിങ്ങളുടെ എനർജി ആവാം. അഗൈൻ ഇതൊരു കുറേ സ്റ്റേബിൾ, ഫിനാൻഷ്യലി ഫോക്കസ്ഡ് ആൻഡ് സ്റ്റേബിൾ എനർജിയാണ്, അബണ്ടൻസിൻ്റെ എനർജിയാണ്. നല്ല പോലെ ഇൻവെസ്റ്റ് ചെയ്യണ എനർജിയാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണതൊക്കെ കുറേ നല്ല റിട്ടേൺസ് ഉണ്ടാവും. അപ്പോൾ കുറേ കരിയർ ഫോക്കസ് ആണ് ഞാൻ കൂടുതൽ ഇവിടെ എനർജി കാണുന്നത്. 2 ഓഫ് സോഡ്സ് ഇവിടെ ഒരു ചോയ്സിൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങളുടെ ലൈഫിൽ 2025 കുറേ ചോയ്സസും ഉണ്ടാവും. നിങ്ങൾക്ക് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് കൺഫ്യൂഷൻ ഉണ്ടാച്ചാൽ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരിക. എന്നുവെച്ചാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കുറേ സ്ട്രോങ് ആണ്. ആൻഡ് 2025 അങ്ങനത്തെ കുറേ ഒരു മൊമെൻറ്റ്സ് ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. ഇൻറ്റ്യൂഷൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ എന്താണ് നിങ്ങളുടെ ജനറൽ മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. ജനറൽ മെസ്സേജസിൽ 9 ഓഫ് കപ്സ് ആണ് ഇവിടെ ഉള്ളത്, ഫസ്റ്റ് കാർഡ്. അപ്പോൾ 9 ഓഫ് കപ്സ് ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് എനർജിയാണ്. കുറേയൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഗോൾസ് ഒക്കെ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇമോഷണലി നല്ല ഒരു കണ്ടന്റ് ആയി എനർജിയിലാണ് നിങ്ങൾ 2025. 6 ഓഫ് wands ഇവിടെ ഫെയിം, പോപ്പുലാരിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ കുറേ ഫെയിം അട്രാക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ, കുറേ പോപ്പുലർ ആണ് നിങ്ങൾ. ഞാൻ പറഞ്ഞ മാതിരി കമ്മ്യൂണിറ്റിയിൽ കുറേ ആൾക്കാർ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യും. നിങ്ങളുടെ ലോക്കൽ ഏരിയയിൽ നിങ്ങൾ കുറേ ഫേമസ് ആവാം. ഓറെൽസ് ഇത് ഓൺലൈനിൽ ഫെയിം കിട്ടണ എനർജി ആയിരിക്കാം. പക്ഷെ ഇത് കരിയറിലും ഫെയിം കിട്ടണ എനർജി ആവാം. ഇത് സക്സസിൻ്റെ എനർജിയാണ്. അപ്പോൾ കരിയറിലും നിങ്ങൾ നല്ല പോലെ ഷൈൻ ചെയ്യുന്നുണ്ട് 2025. കുറേ ആൾക്കാരൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ഇത് റൊമാൻറ്റിക്കലിയുമാണ് ആൻഡ് കരിയർ വൈസുമാണ്. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്യണത് 2nd ആൻഡ് ഇന്ന്
വീനസ് പൈസീസ് സൈനിലേക്കാണ് പോണത്. അപ്പോൾ വീനസ് ബ്യൂട്ടി ലക്ഷറിയുടെ എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ച്വലി നല്ല സമയമാണ്, എസ്പെഷ്യലി ലവിൻ്റെ കാര്യത്തിൽ. ഓക്കെ, ലവിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ല സമയമാണ്. പക്ഷെ നിങ്ങളുടെ ഫോക്കസ് ലവ് അല്ല ഈ കൊല്ലം. 9 ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ ഫിനാൻഷ്യലി ലക്ഷറിയസ് ലൈഫാണ് ഇവിടെ കാണുന്നത് ഞാൻ. നിങ്ങൾ നല്ല വലിയ പെർച്ചേസസ് ഉണ്ടാക്കുന്നുണ്ടാവും ഈ കൊല്ലം. വീട്, വണ്ടി, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ലക്ഷറി പർച്ചേസ് ഉണ്ടാവും ഈ കൊല്ലം. അതല്ലച്ചാൽ നിങ്ങൾ ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ എനർജിയിലാണ്. ഫ്രീലാൻസേഴ്സ്, ബിസിനസ് ആൾക്കാരൊക്കെ നല്ല സക്സസ് കാണും നിങ്ങൾ. ഫൂൾ ഇവിടെ ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് ട്രാവൽ ബേസ്ഡ് എനർജിയാണ്, ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുന്ന എനർജിയാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഒരു ചാൻസ് എടുക്കും നിങ്ങൾ ലൈഫിൽ. പറഞ്ഞാൽ ചാൻസ് എടുക്കാൻ നിങ്ങൾ ഹെസിറ്റേറ്റ് ചെയ്യില്ല. എല്ലാത്തിലും നിങ്ങൾ കുറച്ചൊരു ഓപ്പൺ മൈൻഡഡ് ഒരു അപ്രോച്ച് വെക്കും. കൂടുതൽ ചാൻസസ് നിങ്ങൾ എടുക്കും ലൈഫിൽ. ഓപ്പർച്യൂണിറ്റീസ് പറയണതൊക്കെ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യും. പേടിയുടെ കാരണം പിന്മാറില്ല നിങ്ങൾ. അങ്ങനത്തെ ഒരു ഓപ്പൺ ഫ്രീ സ്പിരിറ്റഡ് എനർജിയാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്സ് നോക്കാം. 2025 നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്സ്, നിങ്ങളുടെ ലവ് ലൈഫ്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സ്, നിങ്ങളുടെ ഫാമിലി ലൈഫ്, അതൊക്കെ എങ്ങനെയായിരിക്കും? മൂൺ, 8 of swords, 6 of swords ആൻഡ് 5 of cups. അപ്പോൾ ഇവിടെ മൂൺ ഒരു പൈസീസ് ക്യാൻസറുടെ എനർജിയാണ്. പക്ഷെ ഇത് കുറേ ഫിയർ, ആങ്സൈറ്റിയുടെ എനർജിയാണ്. ഈ കൊല്ലം നിങ്ങൾക്ക് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയും. പറഞ്ഞാൽ ചില കാര്യങ്ങൾ റിവീൽ ആവും, ചില സീക്രറ്റ്സ് പുറത്തു വരും, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. പറഞ്ഞാൽ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ കുറേ സ്ട്രോങ് ആണ് ഈ കൊല്ലം. ആൻഡ് നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും. പറഞ്ഞാൽ ചില കേസസിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായില്ല മുമ്പേ. അപ്പോൾ ഈ കൊല്ലം നിങ്ങൾക്ക് ചില കാര്യത്തിൽ ക്ലാരിറ്റിയും വരും. ക്ലാരിറ്റി അല്ലാത്ത സിറ്റുവേഷനിൽ നിങ്ങൾ കുറേ സ്റ്റാഗ്നൻ്റ് ആയി ഫീൽ ചെയ്യും. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല വെച്ചാൽ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല മനസ്സിൽ. അപ്പോൾ ചില കേസസിൽ ഞാനൊരു സ്റ്റാഗ്നൻസി കാണുന്നുണ്ട്. ചില ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ സൊല്യൂഷൻസ് കിട്ടും. അതൊരു ടെമ്പററി ഫേസ് ആണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി കാമർ, സ്റ്റേബിൾ എനർജീസിൻ്റെ ഡിറക്ഷനിലേക്കാണ് പോണത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ റീലൊക്കേറ്റ് ചെയ്യും, ചിലപ്പോൾ വേറെ സ്ഥലത്ത് മാറും, വേറെ വീടിൽ മാറും. അങ്ങനെ ചില പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സും ഉണ്ടാവും. 5 of cups ഇവിടെ ഒരു റിഗ്രറ്റിൻ്റെ എനർജിയാണ്. അപ്പോൾ എന്തോ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയ മാതിരി ഒരു എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട് പേഴ്സണൽ ലൈഫിൽ. അപ്പോൾ ചില ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യും. ഓക്കെ, ചില ഓഫേഴ്സ് ഒക്കെ നിങ്ങൾ മുമ്പേ വർക്കൗട്ട് ചെയ്തില്ല, അതിനെ കുറിച്ച് കുറേ റിഗ്രറ്റും ഉണ്ടാവും. അപ്പോൾ എന്താണ് നിങ്ങളുടെ കരിയറിൽ മെസ്സേജസ്? സ്ട്രെങ്ത്, പേജ് ഓഫ് കപ്സ്, Ace of Cups ആൻഡ് എംപ്രസ്. അപ്പോൾ കരിയറിൽ നിങ്ങൾക്ക് ഈ കൊല്ലം കുറേ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്, ബോൾഡ് ഡിസിഷൻസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. ചില ചാലഞ്ചസ് ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിൻ്റെ കാരണം നിങ്ങൾ അതിനെ ഓവർകം ചെയ്യും. നിങ്ങളുടെ ഹോബീസ് എന്തെങ്കിലും ഉണ്ടെച്ചാൽ അതിനെ നിങ്ങൾക്ക് ബിസിനസ്സിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. സൈഡിൽ എന്തെങ്കിലും തുടങ്ങണം വെച്ചാൽ അതും ഈ കൊല്ലം പോസിബിൾ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഏതിലാണ് നിങ്ങളുടെ മനസ്സിൽ ഇൻട്രസ്റ്റ് ഇല്ല വെച്ചാൽ ആ കാര്യത്തിൽ നിങ്ങൾ കുറേ സക്സസ്ഫുൾ ആവും. ഞാൻ ഇവിടെ ഒരു പുതിയ ഓഫറും കാണുന്നുണ്ട്, ഒരു പുതിയ ബിഗിനിങ് കാണുന്നുണ്ട്. ഇത് ജോലിയുടെ ഓഫർ ആയിരിക്കാം, ബിസിനസ്സിൻ്റെ ഓഫർ ആയിരിക്കാം. പക്ഷേ ഇത് ഏസ് ഓഫ് കപ്സ് യൂഷ്വലി ഒരു ഇമോഷണൽ ഓഫറാണ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഏതെല്ലാം ക്രിയേറ്റീവ്ലി ഇൻട്രസ്റ്റ് ഇല്ല വെച്ചാൽ, ഓരൽസ് ഇമോഷണലി നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കണം വെച്ചാൽ ആ ഏരിയയിലാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സക്സസ് ഉണ്ടാവുക. ആൻഡ് അതിലാണ് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഓവറോൾ ഞാൻ കുറേ അബണ്ടൻസ് കാണുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ. കുറേ അബണ്ടൻസ് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് ഈ കൊല്ലം. അപ്പോൾ ഈ കൊല്ലം
കരിയർ വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സലൻറ്റ് സമയമാണ്. അപ്പോൾ എന്താണ് ചാലഞ്ചസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ചാലഞ്ചസ് 2025ൻ്റെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് കപ്സ്, 2 ഓഫ് wands ആൻഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്തുകൊണ്ടാണ് ചാലഞ്ച്? നിങ്ങളുടെ ചാലഞ്ചും എല്ലാം പോസിറ്റീവ് കാർഡ്സ് ആണ് ആക്ച്വലി. അപ്പോൾ ഇവിടെ ഞാൻ ചാലഞ്ചായി കാണുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ്. നിങ്ങളുടെ ഡയറക്ഷനിൽ എന്തോ ഒരു ഓഫർ വരുന്നുണ്ട്, പക്ഷെ മേ ബി അത് നിങ്ങൾക്ക് അത്ര ഹോപ്പ് ഉണ്ടാവില്ല, ഓരൽസ് നിങ്ങൾ അതിനെ റിജക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞ ചില ഓഫേഴ്സൊക്കെ നിങ്ങൾ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യും, പിന്നെ അതിനെ കുറച്ച് റിഗ്രറ്റ് ആവും. അപ്പോൾ ഇത് ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഹോപ്പ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഒരു ഓഫർ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും അത് അത്ര നല്ല ഓഫർ അല്ലാന്ന്, പിന്നെ പോയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാതെ ഇത് എടുക്കായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനത്തെ ചില മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാൻ വഴിയുണ്ട്. 10 ഓഫ് കപ്സ് ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂ ആണ്. എന്നുവെച്ചാൽ റിലേഷൻഷിപ്സിൽ ചില ചാലഞ്ചസ് ഉണ്ടാവാൻ വഴിയുണ്ട്. അതെന്താ വെച്ചാൽ സമയത്തിൻ്റെ കളിയാണ്. പറഞ്ഞ സമയം നിങ്ങൾക്ക് ഫേവർ ചെയ്യണില്ല റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ചില ബ്ലോക്സ് ഉണ്ടാവും, ചില റിലേഷൻഷിപ്സ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഡിലേസ് ഉണ്ടാവും. അതൊക്കെയാണ് ചാലഞ്ചിൽ ഞാൻ കാണുന്നത്. 2 ഓഫ് wands പ്ലാനിങ് ആൻഡ് ഫ്യൂച്ചർ പ്ലാനിങ്ങിൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങൾ കുറേ ഫ്യൂച്ചർ പ്ലാനിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ സമയം എടുക്കുന്നുണ്ടാവും, ഓരൽസ് ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടാവില്ല. പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ആക്ഷൻ എടുക്കില്ല വെച്ചാൽ അത് വർക്കൗട്ട് ചെയ്യില്ല. അപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആക്ഷൻ എടുക്കുക. ആൻഡ് ഇതിൽ കൂടുതൽ സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ അതൊരു സ്റ്റാഗ്നൻസി ആവും. അപ്പോൾ അതാണ് യൂണിവേഴ്സ് പറയുന്നത്, അതുകൊണ്ടാണ് ഇത് ചാലഞ്ചായി കാണുന്നത്. ആൻഡ് എല്ലാ കാര്യത്തിലും പ്രോപ്പർ റീസേർച്ച് ചെയ്യുക. റീസേർച്ച് ചെയ്യാണ്ട് എന്തെങ്കിലും ചാടിയാലും അതും പ്രോബ്ലം ആവും. ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസും വേൾഡ് ഞാൻ കാണുന്നുണ്ട്. അഗൈൻ ഇവിടെ ചാലഞ്ച് എന്താ വെച്ചാൽ എന്തോ ഓഫർ വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണില്ല, ഓരൽസ് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ഡിലേ, ഒരു ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ അഡ്വൈസ്? നിങ്ങളുടെ അഡ്വൈസ് ഇവിടെ ലവേഴ്സ്, 7 of swords, 10 of wands, ടവർ. അപ്പോൾ നിങ്ങളുടെ അഡ്വൈസ് ഇവിടെ എന്താ വെച്ചാൽ ഞാനിവിടെ ഒരു ലവ് റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. ഇതിൽ അഡ്വൈസ് എന്താ വെച്ചാൽ ചില റിലേഷൻഷിപ്സ് ഡെസ്റ്റിനിയാണ്, പക്ഷെ ഇവിടെ ലവേഴ്സ് ഒരു ചോയ്സിൻ്റെ എനർജിയാണ്. ഈ റിലേഷൻഷിപ്പിൽ കുറേ ഫൈറ്റാണ് ഞാൻ കാണുന്നത്, വഴക്കാണ് കാണുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയ്ക്ക് ഇല്ല വെച്ചാൽ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയ്ക്ക്. അതുമല്ല വെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇല്ല റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആൻഡ് അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് ശരിക്കും ചൂസ് ചെയ്യാൻ പറയണത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വർക്കൗട്ട് ചെയ്യില്ല എന്ന്. അപ്പോൾ അത് അറിഞ്ഞിട്ടും നിങ്ങൾ അതിനെ കണ്ടിന്യൂ ചെയ്താൽ അത് പിന്നെ ഒബ്വിയസ്ലി പിന്നെ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും. 7 of swords അഗൈൻ സെയിം മെസ്സേജ് ആണ്. ചില കാര്യങ്ങൾ നിങ്ങൾ സെൽഫ് സാബോട്ടാജ് ആണ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാം ഇത് എനിക്ക് വേണ്ടിയിട്ട് നല്ലതല്ല, ശരിയാവില്ല. അത് അറിഞ്ഞിട്ടും മുമ്പോട്ട് പോകുമ്പോൾ അതൊരു സെൽഫ് സാബോട്ടാജിങ് ബിഹേവിയർ ആണ്. അതിനെ നിങ്ങൾക്ക് സൂക്ഷിക്കണം. എന്നുവെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ ബ്ലെസ്സിങ്സിനെ ആക്ച്വലി സാബോട്ടാജ് ആണ് ചെയ്യണത്. 10 of wands എന്തോ ഒരു ബാഗേജ് ബേർഡനെ റിലീസ് ചെയ്യാൻ സമയം ആയിരിക്കണു, പക്ഷെ നിങ്ങൾ അതിനെ റിലീസ് ചെയ്യില്ല. പാസ്റ്റ് ബാഗേജ്, പാസ്റ്റ് ഹേർട്ട്, പാസ്റ്റ് ഡിസപ്പോയിൻമെൻറ്റ്സ് അതിനൊക്കെ നിങ്ങൾ ഇപ്പോഴും ക്യാരി ചെയ്തുകൊണ്ടാണ് ഇരിക്കണത്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇപ്പോൾ അതിനെ ലെറ്റ് ഗോ ചെയ്യാനുള്ള സമയമായിരിക്കണു. ടവർ ഇവിടെ എന്തോ ഒരു വലിയ എൻഡിങ് ഞാൻ കാണുന്നുണ്ട്. ആൻഡ് അത് അഗൈൻ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ആ എൻഡിങ് നിങ്ങളുടെ ലവ് ലൈഫിലായിരിക്കാം, പേഴ്സണൽ ലൈഫിലായിരിക്കാം. ഇവിടെ ഞാനൊരു ലോയറുടെ എനർജിയും കാണുന്നുണ്ട്, അക്വേരിയസ് എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തോ ഒരു വലിയ ചേഞ്ച് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, പക്ഷേ അതിനെ നിങ്ങൾ ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കലിൻ്റെ പറഞ്ഞ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് വേണം ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ. എന്നുവെച്ചാൽ കിങ് ഓഫ് സോഡ്സ് ഒരു പ്രാക്ടിക്കൽ എനർജിയാണ്, കിങ് ഓഫ് കപ്സ് ഒരു ഇമോഷണൽ എനർജിയാണ്. അപ്പോൾ രണ്ടിൻ്റെയും ബാലൻസ്
ഉണ്ടായാലേ ഈ സിറ്റുവേഷന് നിങ്ങൾ ഹെൽത്തി വേയിൽ പുറത്തു വരാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഔട്ട്കം? 2025 ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെർമിറ്റ്, നൈറ്റ് ഓഫ് വാൻസ്, സൺ. അപ്പോൾ ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2025. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ഈ കൊല്ലം. എന്തെങ്കിലും നിങ്ങൾക്ക് മുമ്പേ ആൻസേഴ്സ് ഉണ്ടായിരുന്നില്ല, അതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായിരുന്നു, അതിന് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ കൊല്ലം ക്ലാരിറ്റി ഉണ്ടാവും. ചില ഇൻഫർമേഷൻ നിങ്ങൾ അറിയും. നിങ്ങൾ ഒരു വെരി ഇൻ ആൻഡ് ഔട്ട് എനർജി ഇവിടെ ഞാൻ കാണുന്നുണ്ട്. ഒരു ഫയർ സൈൻ ഏരീസ് ലിയോ സാജിറ്റേറിയസിൻ്റെ കൂടെ ആയിരിക്കും ഡെയിലി ഉണ്ടാവുക. ഈ സിറ്റുവേഷൻ കുറേ അൺസ്റ്റേബിൾ സിറ്റുവേഷൻ ആണ്. പക്ഷേ ഈ സിറ്റുവേഷനിൽ കൂടിയും നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു കൺക്ലൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ഐസൊലേറ്റഡ് എനർജിയും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ചൊരു ഐസൊലേറ്റഡ് എനർജിയിലായിരിക്കും ഈ കൊല്ലം. ഓർ മേ ബി ഇത് സെപ്പറേഷനും ആവാം. ഒരു പേഴ്സൻ്റെ ലൈഫിന് നിങ്ങളും ആരുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ആവാം ഇത്. അപ്പോൾ എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജസ്? ഓ മൈ ഗോഡ്, ഡിവൈൻ മാജിക്. അപ്പോൾ പൈസീസ് നിങ്ങളിത് ബിലീവ് ചെയ്യില്ല. എൻ്റെ 3 ചാനൽസ് ഉണ്ട്. ഓക്കെ, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, എല്ലാം ടാരോ വാരിയറുടെ പേരിൽ തന്നെയാണ്. ഇത് ടാരോ വാരിയർ മലയാളമാണ്. എൻ്റെ വേറെ ടാരോ വാരിയർ ഹിന്ദി ഉണ്ട്, ആൻഡ് ഒരു ജസ്റ്റ് ടാരോ വാരിയർ അത് ഇംഗ്ലീഷ് ചാനലാണ്. എല്ലാ 3 ചാനൽസിലും ഇന്ന് ഞാൻ പൈസീസിൻ്റെ റീഡിങ്, ഇയർലി റീഡിംഗ് ആണ് ചെയ്തിരിക്കണേ. എല്ലാം റീഡിങ്ങിൽ ഈ കാർഡ് ഷഫിൾ ചെയ്ത് കഴിഞ്ഞിട്ടും ഈ കാർഡ് തന്നെയാണ് പുറത്തു വരണേ. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഒരു ഡെസ്റ്റിനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു മെസ്സേജാണ് ഇത്. നിങ്ങൾ എൻ്റെ മറ്റു ചാനൽസിനും ഫോളോ ചെയ്യുന്നത് വെച്ചാൽ ആ വീഡിയോസിനും ഒരു പ്രാവശ്യം നോക്കുക. എന്ന് വെച്ചാൽ അവിടെയും നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് ഉണ്ടാവും. ഈ കാർഡ് എല്ലാം റീഡിങ്ങിൽ, പൈസീസിൻ്റെ റീഡിങ്ങിൽ വന്നിരിക്കണം. അപ്പോൾ ഇതൊരു കോയിൻസിഡൻസ് അല്ല. ഓക്കെ, ഇത് ഡെഫിനറ്റ്ലി ഒരു സ്ട്രോങ് മെസ്സേജാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ മെസ്സേജ് പറയണത് ഡിവൈൻ മാജിക്, വിഷസ്, ഗോൾസ്, ഡ്രീംസ്, അക്കംപ്ലിഷ്മെൻറ്റ്. അപ്പോൾ നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ ഈ കൊല്ലം ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നുണ്ട് ഈ കൊല്ലം. അപ്പോൾ ഒരു നല്ല സമയമാണ്, നല്ല ഇയർ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒബ്വിയസ്ലി എല്ലാവർക്കും ഒരു പെർഫെക്റ്റ് ഇയർ ഉണ്ടാവില്ല, പക്ഷേ നിങ്ങൾക്ക് ആ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. ആൻഡ് കുറേ നിങ്ങളുടെ വിഷസ് നിങ്ങൾ ഫുൾഫില്ലും ആവാൻ പോകുന്നുണ്ട് ഈ കൊല്ലം. ഓക്കെ, അപ്പോൾ പൈസീസ് ഡെഫിനറ്റ്ലി മറ്റേ വീഡിയോസിനും ഒരു പ്രാവശ്യം കാണുക. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് എൻ്റെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിങ് കൊണ്ടുവന്നിട്ട്. ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ന്യൂ ഇയർ.